ഞാനൊരു സമരത്തിലാണ്. ഇന്നേക്ക് 12 ദിവസമാവുന്നു ഞാൻ ആ സമരം തുടങ്ങിയിട്ട്. 2 ഉദ്ദേശങ്ങളാണ് ആ സമരത്തിനുള്ളത്, 2 ആവശ്യങ്ങളാണ് എനിക്കുള്ളത്. എൻ്റെ ഭർത്താവ് ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ്, അദ്ദേഹം ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ എൻ്റെ മകളെയും ഒരു അപഹാസ്യ കഥാപാത്രമായി സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ഒരു വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ കല്യാണം നടത്തിക്കൊടുത്ത മഹലും എൻ്റെ മഹലും നമ്മുടെ ജീവിതം ഇങ്ങനെയായതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തരിക. ഇതൊരു ഡോക്ടറാണ്. ഈ ഡോക്ടർ ഇപ്പോൾ സംസാരിച്ച വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇവരുടെ ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കുകയാണ്. പണ്ട് കാലത്ത് യുദ്ധങ്ങളൊക്കെ നടന്ന സമയത്ത് ഒരുപാട് ഭർത്താക്കന്മാർ, ഒരുപാട് ആണുങ്ങളാണല്ലോ യുദ്ധത്തിനൊക്കെ പൊതുവെ ഉണ്ടാവുക. ഈ ഭൂമിയോട് ജീവൻ പൊലിഞ്ഞു പോയ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഭാര്യമാരെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കണ്ട സമയത്താണ് മറ്റൊരു വിവാഹം കഴിക്കാന്നുള്ള ഒരു പെർമിഷൻ കൊടുത്തത്. അള്ളാന്റെ റസൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സുന്നത്താണെന്ന് പറയുന്ന ഒരു പരിപാടിയില്ലേ, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അള്ളാന്റെ റസൂല് ചെയ്ത ഒരു കാര്യവും ചെയ്യാതെ കല്യാണം കഴിക്കാന്ന് മാത്രം ഉദ്ദേശമായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ഇവനെ പോലെയുള്ള ആൾക്കാർ. സ്വന്തം ഭാര്യ എന്നിട്ട് എനിക്ക് അത്ഭുതം തോന്നിപ്പോയ ഒരു കാര്യമാണ്, കോഴിക്കോടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ അവിടെ റെഡിയാണ്, ഒരു മൊല്ലാക്കയും മുക്രിയും കുത്തിയിരിക്കുകയാണ്. എങ്ങനെങ്കിലും വന്ന ഒരാൾ എനിക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കാണ് കല്യാണം കഴിപ്പിച്ചു വിടുക. എന്നാൽ ഇതിന്റെ ബാക്കിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണ്ടേ? എന്ത് വൃത്തികെട്ട ആൾക്കാരാണ് അവിടെയുള്ള ആൾക്കാർ. അങ്ങനെ ഏതെങ്കിലും ഒരു ഉസ്താദ്മാർ നിയമപരമായിട്ട് ഇസ്ലാമിക് നിയമം മാത്രമാണ് നോക്കുന്ന സമയത്ത് അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ നോക്കണ്ടേ? ഇവർക്ക് ഭാര്യ ഉണ്ടോ നോക്കണം. ആ ഭാര്യയ്ക്ക് ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്ത അതേ ചുരിദാർ അതേ അളവിൽ അതേ സ്നേഹത്തിൽ തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് എന്ത് വൃത്തികെട്ട രീതിയിലാണ്. എന്നിട്ട് അള്ളാന്റെ റസൂല് കല്യാണം കഴിച്ചിരുന്നു പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടാണ് 1, 2, 3 പെണ്ണിട്ട്. വേറെ ഒരു അള്ളാന്റെ റസൂല് നല്ല പറഞ്ഞെന്ന് ഒന്നും തന്നെ ഏറ്റെടുക്കുകയില്ല. എന്നിട്ട് കല്യാണം കഴിക്കുന്നത് മാത്രം. ഉളുപ്പ് എന്ന് പറയുന്ന ഒരു 3 അക്ഷരം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഉസ്താദ്മാർ ചില ആൾക്കാരുണ്ടല്ലോ അവിടെ കുത്തിരുന്ന് നിക്കാഹ് കഴിപ്പിച്ചെടുത്ത ആ ഉസ്താദൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പെണ്ണിന്റെ കണ്ണുനീരിന് എന്ത് ഉത്തരാണ് നിങ്ങൾ നാളെ പരലോകത്തുനിന്ന് പറയാൻ പോണ്?